പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 33 മുതൽ 35 വരെ തിരുവചന ഭാഗങ്ങൾ. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവം ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് ഈശോയോട് അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തി ചോദിച്ചത്. നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഈശോ ആരായിരുന്നു എന്ന് വ്യക്തമായി ബോധ്യമുള്ള അശുദ്ധാത്മാവ് ഈശോയെ അഭിസംബോധന ചെയ്തത് നസ്രായനായ യേശുവേ എന്നാണ്. അതിൻ്റെ പിറകിൽ ചില കാരണങ്ങളുമുണ്ട്. ഈശോ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത് നസ്രത്തിലായിരുന്നതുകൊണ്ടും ഈശോയുടെ വ്യക്തിത്വം അറിയാമായിരുന്നതുകൊണ്ടുമാണ്. പുരാതന ഭൂതോച്ചാടന രീതികളിൽ പേര് വിളിക്കുന്നത് മറ്റൊരാളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാനാണ്. എന്നാൽ അശുദ്ധാത്മാവിന് ഈശോയുടെ മേൽ യാതൊരു നിയന്ത്രണവും വരുത്തുവാൻ സാധിക്കുന്നില്ല. നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് അശുദ്ധാത്മാവ് പറയുമ്പോൾ ഇപ്രകാരം നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ ഒരിക്കലും ആഗ്രഹിക്കാത്തത് സാത്താനാണ്. മനുഷ്യരിലും ഇപ്രകാരമുള്ള തെറ്റായ ബോധ്യങ്ങൾ ഉണർത്തുന്നത് ഈ അശുദ്ധാത്മാവ് തന്നെയാണ്. ദൈവിക ഇടപെടൽ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാം, ദിവ്യബലിയിൽ പങ്കെടുത്തില്ലെങ്കിലും ഈശോയെ സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന പലരെയും നമ്മളും കണ്ടിട്ടുണ്ടാവാം. ഇപ്രകാരമുള്ള തെറ്റായ ചിന്തകളും ബോധ്യങ്ങളും ഒരു വ്യക്തിയിൽ ഉണർത്തുന്നത് അശുദ്ധാത്മാവാണ്. അതിനുള്ള കാരണമാണ് നമ്മൾ തിരുവചനത്തിൽ കേട്ടത്. കർത്താവ് ഇടപെടുന്നതിൽ തടസ്സം നിൽക്കുന്ന അശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോ നമ്മളോടും ആവശ്യപ്പെടുന്നത് ഈ ഒരു കാര്യമാണ്. ഓരോ ദിവസവും ദൈവിക ഇടപെടലുകളെ ആഗ്രഹിക്കുന്ന വ്യക്തികളായി നമ്മൾ രൂപാന്തരപ്പെടണമെന്ന്. നമ്മുടെ കുടുംബത്തിലും വ്യക്തിജീവിതങ്ങളിലും ഈശോ ഇടപെടണം എന്നുള്ള ആഗ്രഹമാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. രക്തസ്രാവക്കാരി സ്ത്രീക്കും ഉണ്ടായിരുന്നത് ഈ ഒരു ആഗ്രഹമായിരുന്നു. അവളുടെ ആഗ്രഹം പോലെ തന്നെ സംഭവിച്ചു. ഈശോയുടെ ഇടപെടൽ അവളിൽ സൗഖ്യം നിറച്ചു. നമുക്കും ഈശോയുടെ ഇടപെടലിനായി പൂർണ്ണമായി ദാഹിക്കാം, ആഗ്രഹിക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.